ഇന്നലെ നമ്മൾ കണ്ടതാണ് രാവിലെ മുതൽ ഒരു വലിയ വാർത്ത നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ചില സിനിമാ താരങ്ങളുടെയും ഒപ്പം തന്നെ കുറേ ആളുകളുടെയൊക്കെ വീടുകളിൽ കസ്റ്റംസിന്റെ റെയ്ഡ് നടക്കുന്നത്. ഈ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കാർ വാങ്ങിയെന്ന എന്നൊരു കേസിന്റെ പേരിലായിരുന്നു ആ റെയ്ഡ്. കുറേ റെയ്ഡുകൾ അതങ്ങനെ നടന്നു. അതിന്റെ വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ രാവിലെ മുതൽ തന്നെ നിറഞ്ഞു നിന്നു. വൈകുന്നേരം ആ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കസ്റ്റംസിന്റെ അധികൃതർ അവർ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. കസ്റ്റംസ് കമ്മീഷണറായിരുന്നു ആ വാർത്താ സമ്മേളനം വിളിച്ചത്. എന്നാൽ വാർത്താ സമ്മേളനം പാതി വഴിക്ക് നിർത്തുകയായിരുന്നു. അതിപ്പോൾ ആ ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേഗത്തിൽ ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ എടുത്തുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ സാർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. പിന്നീട് ആ ഫോൺ വച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഞാൻ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് എന്നാണ്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് ഫോണിന്റെ മറുഭാഗത്ത് നിന്ന് എന്താണ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഏതായാലും അദ്ദേഹം എന്തൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. Of course, sir, it is on record, sir. Sir. We have not given any sensitive information, sir. We have only said that over all questions investigation is going on and we are looking at it. But of course, we have told that Army in Sydney and the embassy and details are already misused. Okay, yeah. ठीक है सर, ठीक है सर. ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്ന മുറയ്ക്ക് നിങ്ങൾ അറിയിക്കാം. ഓക്കെ, പരിശോധനകൾ നടന്നുകൊണ്ടേയിരിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല, വളരെ വിപുലമായ ഒരു ആ പത്രസമ്മേളനം കസ്റ്റംസ് കമ്മീഷണർ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു പോയത്. ആരായിരിക്കാം അദ്ദേഹത്തെ ഫോൺ വിളിച്ചത്? ആ ഫോൺ വിളിയിൽ എന്താണ് പറഞ്ഞത്? ഏതായാലും ആ ഫോൺ വിളി വന്നതിന് ശേഷമാണ് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പോയത്. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വലിയ തോതിൽ വൈറലാകുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാതി വഴിയിൽ റണ്ണൌട്ടായി പോകുന്നത് എത്ര കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. അർച്ചന കൂടി എന്നോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അർച്ചന, കസ്റ്റംസ് കമ്മീഷണറുടെ ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. എന്തുകൊണ്ടായിരിക്കാം പാതി വഴിയിൽ ഒരു ഫോൺ കോളിന് ശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പോയത് എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. മറുഭാഗത്ത് ഏതോ ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം സാർ, ജി സാർ എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്താണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അർച്ചന? തീർച്ചയായും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. എന്നാലും നമുക്കറിയാം, ഇത്തരത്തിൽ ഓപ്പറേഷൻ ഈ നങ്കൂറിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇതെല്ലാം വിശദീകരിക്കാനായി പത്രസമ്മേളനം വിളിച്ചത്. എന്നാൽ പത്രസമ്മേളനം വിളിച്ച് കത്തിക്കയറുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ കോൾ വരുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം സാർ എന്ന് വിളിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹവുമായി സംസാരിച്ച് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് പിന്നീട് വരുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ പത്രസമ്മേളനം തുടരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന്
അപ്പോൾ തന്നെ പത്രസമ്മേളനം അവസാനിക്കുകയും ചെയ്തു. പിന്നീടുള്ള ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകിയില്ല. അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ആ ഇടപെടൽ എന്താണ് സോഷ്യൽ മീഡിയ പ്രധാനമായും ചോദിക്കുന്നത്. ഒരു ഫോൺ കോൾ വന്നതിന് പിന്നാലെ കത്തിക്കയറിയിരുന്ന പത്രസമ്മേളനം എന്തുകൊണ്ട് അവസാനിപ്പിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്ന ചോദ്യം. അദ്ദേഹം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ഓപ്പറേഷൻ നങ്കൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ആ ഘട്ടത്തിൽ വിശദീകരിച്ച് കഴിഞ്ഞിരുന്നു. അതിനിടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഈ പത്രസമ്മേളനം കടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ ബാക്കിയാക്കിയാണ് അദ്ദേഹം പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു എന്ന് അറിയിച്ചത്. എന്തായാലും ആ ഫോൺ കോൾ അത് മുകളിൽ നിന്നുള്ളതാണെന്ന കാര്യത്തിൽ അതൊരു സംശയവുമില്ല. എന്തായാലും ആ ഫോൺ കോൾ വന്നതിന് ശേഷം കൃത്യമായ ഇടപെടൽ ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടത്, ഈ വിവരങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിൽ വ്യക്തമാകുന്നത്. എന്തായാലും ആ ഫോൺ കോൾ വന്നതിന് ശേഷമാണ് അല്പം വശപ്പിശക് ആ ഫോൺ കോളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം കത്തിക്കയറി വന്ന് അദ്ദേഹം അത് നിർത്തി എണീറ്റ് പോകേണ്ട ആവശ്യമില്ലല്ലോ അർച്ചന. തീർച്ചയായും അത് തന്നെയാണ്. കാരണം അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്ന പ്രധാനപ്പെട്ട ചർച്ച. കാരണം ഇത്രയും കത്തിക്കയറി നിന്ന പത്രസമ്മേളനം ഒരു ഫോൺ കോളിൽ അവസാനിക്കണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ആരോ അദ്ദേഹത്തിനെ വിളിച്ച് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്താണ്. അതുകൊണ്ട് തന്നെ ആരാണ് ആ ഫോൺ കോളിന് പിന്നിൽ എന്താണ് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം വിവരങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇങ്ങനെയൊരു ഫോൺ കോൾ വരുന്നത്. ഏകദേശം 25 മിനിറ്റോളം ഈ പത്രസമ്മേളനം കടന്നിരുന്നു. അതായത് 6 മണിക്ക് തുടങ്ങി 25 മിനിറ്റോളം ഈ പത്രസമ്മേളനം നീണ്ടു. അതിനുശേഷം ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നു. സാർ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആ മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ശേഷം മാധ്യമപ്രവർത്തകരുടെ മൈക്കിന് മുന്നിൽ നിന്ന് അല്പം മാറി നിന്ന് സംസാരിക്കുന്നു. വീണ്ടും അദ്ദേഹം വന്ന് മാധ്യമപ്രവർത്തകരോട് ഇനി തുടരുന്നതിൽ, അതായത് ഇനി പത്രസമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ശേഷം അത് പൂർണ്ണമായും അവസാനിക്കുന്നു. ഇങ്ങനെ ഈ പത്രസമ്മേളനം അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും അതിനിടയിൽ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് യാതൊരു സംശയവുമില്ല. എന്തായാലും എന്താണ് ഇതിന് പിന്നിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരാനുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ 30 കേന്ദ്രങ്ങളിലടക്കം ഇന്നലെ പരിശോധന നടത്തി 36 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും ഇനി ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരോട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ ഫോൺ കോൾ ഏറെ നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഇടപെടൽ തന്നെയാണ് ഈ പത്രസമ്മേളനം നിർത്തിവെക്കുന്നതിലേക്ക് എത്തിയത്. എന്തായാലും ഈ ഘട്ടത്തിൽ വരെ അത് ആരാണ് എന്താണ് എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിൽ സജീവമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. കത്തിക്കയറി നിന്ന ഒരു പത്രസമ്മേളനം ഒറ്റ ഫോൺ കോളിൽ എങ്ങനെ അവസാനിച്ചു എന്താണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. ആ ചോദ്യം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനി കസ്റ്റംസ് വിശദീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ മുന്നിലുണ്ട് മനു. ശരി.